ശിവരഞ്ജിനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ വിക്ടോറിയ തിയേറ്ററിൽ പോയി കണ്ടു. വിക്ടോറിയ എന്ന് പറയുന്നത് തിരക്കേറിയ എറണാകുളം നഗരത്തിലെ ഇപ്പോൾ വലിയ റേറ്റൊന്നും വാങ്ങുന്നില്ലാത്ത അത്ര പോഷൊന്നും അല്ലാത്ത ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. രാവിലെ ബസ്സിൽ കയറി വീട്ടിൽ നിന്ന് അവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അവൾക്കൊരു ചെറിയ പ്രണയമുണ്ട്. തന്നെ ഏൽപ്പിക്കുന്ന ജോലി വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം അവൾ ബസ്സിൽ വരുന്ന സമയത്ത് അവളുടെ കൂടെ യാത്ര ചെയ്യുന്ന സ്ഥിരം കാണുന്ന ചേച്ചി, അവർ എടപ്പള്ളി പുണ്യാളന് നേർച്ച വെച്ചിരുന്ന കോഴി ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടപ്പോൾ പേടി തോന്നി അവരപ്പം തന്നെ ഒരു കോഴിയെടുത്ത് പുണ്യാളന് നേർച്ച വെച്ചു. എന്നിട്ട് ആ കോഴിയുമായിട്ട് അവർ വരികയാണ്. പക്ഷേ അവരുടെ ജോലി സ്ഥലത്തേക്ക് ഈ കോഴിയെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചിട്ടും വിക്ടോറിയയുടെ കയ്യിൽ ആ കോഴീനെ വൈകുന്നേരം ചേട്ടൻ വന്ന് വാങ്ങിച്ചോളൂ, നീ ഇത് കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അവളുടെ കയ്യിൽ നിർബന്ധിച്ച് ഏൽപ്പിച്ചിട്ട് ആ ചേച്ചി പോകുന്നു. ആ കോഴിയുമായി അവൾ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നു. ഈ കോഴിയെ നോക്കാനുള്ള കഷ്ടപ്പാടുകൾ ഒരു സൈഡിൽ നടക്കും. അതിൻ്റെ കൂടെ ജോലി തിരക്കുണ്ട്. അന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി ലീവ്, മറ്റേ ചേച്ചി നേരത്തെ പോകുന്നു, പിന്നെ അതിൻ്റെ ഓണർ നേരത്തെ പോകുന്നു. അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു ദിവസം ഈ കോഴിയും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിളുമായിട്ട് അവൾ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്താ അറിയോ, ഭയങ്കര സുഖമായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിനകത്ത് ആ സിനിമയ്ക്കകത്ത് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. നമുക്ക് കണ്ടെത്താനാവുന്നതും അവർ പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ. സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അവർ നമ്മളോട് പറയുന്ന കഥ മാത്രമല്ല, അത് കാണുന്ന നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് വായിച്ചെടുക്കാനുള്ളതും ഉണ്ടാവും. ഇതൊക്കെ ഉള്ളപ്പോഴും ഇത് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ആശ്വാസത്തിൽ നമ്മൾ സമാധാനത്തിലിരിക്കുക. ശരിക്കും 1.5 മണിക്കൂർ തികച്ചെന്തോ ഇല്ല സിനിമ, 1 മണിക്കൂർ 25 മിനിറ്റോ മറ്റോ ആണ്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അവർ ഇൻ്റർവെലിന് എഴുതി കാണിക്കുമ്പോൾ ഞാൻ ഇത്രയും സമയം പോയോ എന്നാണ് ആലോചിച്ചത്. കാരണം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ. ഈ സിനിമയിൽ ഈ കോഴിയുമായിട്ട്, ഒരു പൂവൻ കോഴിയാണ്, ഇതുമായിട്ട് ഈ ബ്യൂട്ടി പാർലറിനകത്തേക്ക് കയറുമ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്നാണ്. അപ്പോൾ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ആ ബ്യൂട്ടി പാർലറിലേക്ക് ഇവളൊരു പൂവൻ കോഴിയുമായിട്ട് കയറുകയാണ്. നമ്മളും അതിനകത്തേക്കാണ് കയറുന്നത്. ശരിക്കും എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, പുരുഷന്മാർക്ക് അധികമൊന്നും ആക്സസ് ഇല്ലാത്ത പെൺ ചർച്ചകളുണ്ടല്ലോ, ഈ സ്ത്രീകൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദമുണ്ട്. അവർ മാത്രമാവുന്ന സമയങ്ങളിലുണ്ടാവുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, എനിക്കറിയില്ലല്ലോ, ആധികാരികമായിട്ടിത് പറയാൻ എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളിലൊരു പെൺകുട്ടിയുമായിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്നേനേന്ന് തോന്നി ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ശരിക്കും ആ ബ്യൂട്ടി പാർലറിൻ്റെ പുറത്ത് എഴുതി വെച്ചിരുന്ന പോലെ ആണുങ്ങൾക്ക് അങ്ങനെ പ്രവേശനമില്ലാത്തൊരു സ്ഥലം നമ്മളെ കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ലോകം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഭയങ്കര രസമാണ്. ഗംഭീര ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ ഡയലോഗ് ഡെലിവറി, നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓളത്തിൽ അങ്ങനെ പോവുക. പക്ഷേ അതിനകത്ത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒരു ഗംഭീര എഴുത്താണ് ഈ സിനിമയുടെ. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ശിവരഞ്ജിനി. ഏറ്റവും അവസാനം ഒരു ഫ്രണ്ട് വരും, മോനെ അതങ്ങോട്ട് കഴിയുമ്പോണ്ടല്ലോ നല്ല സുഖമാണ്, ഒരാശ്വാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സിനിമ. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് എന്നുള്ളതാണ്. ആണുങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ അധികമൊന്നും അവർക്ക് പരിചയമില്ലാത്ത ഒരു ലോകത്തിൻ്റെ ഒരു ചെറിയ കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ കുറച്ചും കൂടി ഒന്ന് വൈഡാക്കാൻ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം. പെണ്ണുങ്ങൾ ഈ സിനിമ ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനുണ്ടാവും എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ പെർഫോമൻസുകൾ എല്ലാവരും അതിഗംഭീരമായിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ക്രെഡിറ്റ്സ് തുടങ്ങിയ പാടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു. അഭിനേതാക്കളുടെ എല്ലാവരുടെയും പേര് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി. മീനാക്ഷി ജയൻ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആൾ, പുള്ളിക്കാരിയാണ്. എന്തൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്തൊരു ലൈഫാണ് ആ ക്യാരക്ടറിന് അവർ കൊടുത്തിരിക്കുന്നത്. അയ്യോ, അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് തൊട്ട് ശ്രദ്ധിക്കുക, അവർ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കില്ലേ, അവരാണ് നായിക എന്ന് നമുക്ക് അറിയില്ലായിരുന്നെങ്കിൽ നമ്മളിവരെ നോട്ടീസ് ചെയ്യില്ല. അതായത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവരിവിടെ ഉണ്ട്, നമ്മുടെ ചുറ്റും പല ജോലികൾ ചെയ്തുകൊണ്ട്, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പല റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ചുറ്റുമുണ്ട്. അതിലൊരാളെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ആ കാസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. എന്തൊരു രസമായിട്ടാണ് അവർ ഈ പറയുന്ന ഇമോഷൻസൊക്കെ കാണിക്കുമ്പോഴാണെങ്കിലും, അവരുടെ ബ്യൂട്ടി പാർലറിലെ കുളിമുറിയിൽ വെച്ചിട്ടാണ്. അവർ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല, അവരുടെ ഇമോഷൻസൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇമോഷൻസ് അവർ ഒരാളോട് തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും കരണ്ടും പോവുകയാണ്. ആക്ച്വലി ആരും കാണാതെ കരഞ്ഞു തീർക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിൽ കരഞ്ഞു തീർക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ കുറേ രീതിയിൽ അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ആ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ആൻഡ് ഗ്രീഷ്മ ചന്ദ്രൻ, അവരാണ് ഈ കൂട്ടുകാരി ക്യാരക്ടർ. എൻ്റെ പൊന്നോ, നിങ്ങൾ ലാസ്റ്റ് ആ ഹഗ് ചെയ്തിട്ട് അവർക്കൊരു ഉമ്മ കൊടുത്ത് പുറത്തിറങ്ങി പോയില്ലേ. ഇങ്ങനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനൊരാൾ അത്രേ അവൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. അവളുടെ കാമുകനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ഇതിലൊതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രേ അവൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളിൽ ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും അങ്ങനെ ഒരു സുഹൃത്തിനെ ആവശ്യമാണെന്ന് തോന്നിപ്പോയി. അത്ര കൊതിപ്പിക്കുന്നൊരു രംഗമായിരുന്നു അത്.
അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന വലിയ ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ എന്ന് പറയാവുന്ന രീതിയിൽ സിനിമാറ്റിക് പരിപാടികളൊന്നും ഉൾപ്പെടുത്താതെ അതൊരു സിമ്പിൾ സീനാണ്. പക്ഷേ ഞാൻ അവിടെ ഫ്ലാറ്റായിപ്പോയി. ജോളി ചെറിയത്തിൻ്റെ ശ്യാമള എന്ന് പറയുന്ന ക്യാരക്ടർ, ദർശന വികാസിൻ ജീന ചേച്ചി, സ്റ്റീജ മേരി ചെയ്തിട്ടുള്ള ദീപ, അയ്യോ ദീപ ചേച്ചി ആ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. അവർ ആ ബ്യൂട്ടി പാർലറിൽ വന്ന് കയറുമ്പോഴേക്കും ബ്യൂട്ടി പാർലർ വേറെ ലെവലൊരു സ്ഥലമായിട്ട് മാറുകയാണ്. നല്ല കഥകളൊക്കെ ആയിട്ട്, അതായത് നമ്മൾ ജീവിതത്തിൽ എവിടേക്കോ കണ്ടിട്ടുള്ള കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. അതെന്തൊരു രസമാണെന്നറിയോ. ഇവർ വന്ന് ഈ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ കുറച്ച് കുശുമ്പും കുന്നായ്മ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിങ്ങനെ രസമാണ്. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ആൻഡ് ജീന രാജീവ് ചെയ്തിട്ടുള്ള റോസ്ലി ചേച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ, രമാദേവിയുടെ അന്നമ്മ, റോസ്ലി ചേച്ചിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അവർ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായി നമുക്ക് കാർഡ് ഇട്ടിട്ട് പൈസ വാങ്ങിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ സ്ഥിരമായി നമ്മൾ കാർഡിൽ കാണുന്നതാണ് പാറമടയിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിൽ നിന്നൊരു കല്ലിളകി വീണ് ഇപ്പോൾ ആൾ കിടപ്പിലാണ്, ജോലിക്കൊന്നും പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംഭാവന പിരിക്കാൻ വരുന്ന ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ റോസ്ലേച്ചിയുടെ ഭർത്താവ് സെയിമാണ്. അവർ ആ സെയിം കഥയാണ് പറയുന്നത്. പക്ഷേ അവർ മെക്കാട് പണിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയാണ് അവർ മക്കളെ പഠിപ്പിക്കുന്നത്. ഒരു മൂത്ത ആൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു എന്ന് പറയുന്നത്, മറ്റേ ആളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവർ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വന്നിട്ട് ഫേഷ്യൽ ചെയ്യും. അതായത് ഇങ്ങനെ മെക്കാട് പണിക്കൊക്കെ പോയി നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വെയിലൊക്കെ കൊണ്ടിരിക്കുകയല്ലേ, ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും. അവർ വീടിൻ്റെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോകില്ല, ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് പണി കൂടുതലുള്ളത്. പക്ഷേ അത് അവരുടെ സന്തോഷമാണ്. ആ സന്തോഷത്തിന് അവരങ്ങനെ പണം ചിലവഴിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം അവർക്കായി മാറ്റി വെക്കുന്നു എന്നുള്ള ആ പോർഷനൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. അത് ആ ക്യാരക്ടർ പുള്ളിക്കാരി എന്ത് രസം. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഈ സിനിമ കണ്ട് കഴിഞ്ഞാണല്ലോ ഇതിൽ ഓരോ അഭിനേതാക്കളെ കുറിച്ച് എണ്ണി പെറുക്കി ഇങ്ങനെ പറയും, അയ്യോ അവരെന്ത് രസമായിരുന്നു, ഇവരെന്ത് രസമായിരുന്നു, എന്തൊരു കഥ പറച്ചിലായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തരെയും എണ്ണി പെറുക്കി പറയാവുന്ന, മലയാളത്തിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എത്രയോ സിനിമകളിൽ ഗംഭീര സ്ത്രീ കഥാപാത്രങ്ങളെ തരാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകളെ നമ്മൾ ഒരുമിച്ച് കണ്ടു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ് ഈ സിനിമയുടെ. പിന്നെ പറയേണ്ടത് വിഷ്വൽസ് ആണ്. ലോങ് ഷോട്ടുകളാണ്. ലോങ് ഷോട്ട് എന്ന് പറയാൻ പറ്റുമോ, സിനിമ തന്നെ അത്രയും ലോങ് ഇല്ല. ഒറ്റ ടേക്ക് പരിപാടികൾ കുറേ ഉണ്ട്. അവിടുന്ന് ആ ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോയി ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങി ഫ്രണ്ടിൽ വന്ന് ആ പിള്ളേരെ ഡീൽ ചെയ്ത് അപ്പോൾ ആ പിള്ളേർ പാട്ട് പാടുന്നു, അവരുടെ പാട്ടിൻ്റെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും ഇവർ പുറകെ കൂടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ കുറേ ലോങ് സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെയും ഈ പറയുന്ന ആ ഒരു ഫീലിൽ നിന്ന് വിടാതെ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു മികവുണ്ട്. ആൻഡ് അത് അങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് എഴുത്ത് മുതൽ അങ്ങോട്ടേക്ക് ഒരു ഗംഭീര പ്രോസസ്സാണ്. അതിനെ ഏറ്റവും മനോഹരമായി സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയില്ലേ. നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഒരു ബ്യൂട്ടി പാർലർ മാത്രമാണ്. ആദ്യം ബസ്സിൽ കയറി പിന്നെ ഒരു ബ്യൂട്ടി പാർലറിനകത്ത് പോകുന്നു. നമ്മൾ ആ ലൈറ്റും ആ ഷെയ്ഡും ഒരു ബ്യൂട്ടി പാർലറിനകത്തുണ്ടാവുന്ന സ്മെല്ല് വരെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും രസമായിട്ടാണ് അവർ ആ വിഷ്വൽസ് കാണിക്കുന്നത്. നമുക്ക് ബോറടിക്കില്ല. അതിൻ്റെ ടോട്ടൽ കളറിങ് ആണെങ്കിലും അത്രയും രസമായിട്ട്. എന്നിട്ട് ഇവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വിക്ടോറിയ ഇതെല്ലാം കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിൽ കൊള്ളുമ്പോൾ അവൾക്കുണ്ടാകുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമ്മളത് ആ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തുക എന്ന് പറയില്ലേ, അതിൽ വിഷ്വലിനൊരു വലിയ പങ്കുണ്ട്. അതെടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ എഡിറ്റിംഗ് പരിപാടികൾ എല്ലാം തന്നെ ആനന്ദ് രവിയാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സംവിധായകയും തിരക്കഥാകൃത്തുമായ ശിവരഞ്ജൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടിങ്, ശരിക്കും ഈ സിനിമയുടെ സോൾ ഇരിക്കുന്നത് ഇതിൻ്റെ സൗണ്ടിലാണെന്ന് തോന്നി. അവർ സിംഗ് സൗണ്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിക്ടോറിയയുടെ വീട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതാണ് എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻ എന്ന് അവൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ട്. അത് ഗംഭീരമായിട്ടാണ് സിനിമയിൽ വരുന്നത്. അവിടെ ആ സൗണ്ടിങ് എന്നൊക്കെ പറയുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു പാട്ടുണ്ട്. ആ പാട്ട് വരുന്നത് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് 3-4 പേര്, അത് ആരാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കൂ. അപ്പോൾ അവർ പാടുന്ന, അങ്ങനെയാണ് ഇതിനകത്തൊരു പാട്ട് വരുന്നത്. ആ പാട്ടിനകത്ത് അവൾക്കുള്ള ഉത്തരം ഉണ്ടായിരുന്നു. അത് അവൾ കേൾക്കുന്നില്ല. അവൾ വെറും പാട്ട് മാത്രമായിട്ടാണ്. കാരണം അവൾ പുറത്തുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ്. അവളിലേക്ക് നോക്കുന്നത് ഈ സിനിമയിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. അത് നോക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ സുഹൃത്ത് കഥാപാത്രത്തിനോട് എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം. അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നത് അത് ഈ സിനിമയുടെ ഒരു ആത്മാവാണ്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്മിജിത് കുമാറാണ്. ആൻഡ് രാധാകൃഷ്ണൻ എസ് ഉണ്ട്. സിംഗ് സൗണ്ട് ചെയ്തിട്ടുള്ളത് കലേഷ് വി ആണ്. ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അബ്ദുൽ ഖാദറാണ്. വിഷ്വലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ മ്യൂസിക് അഭയദേവ് പ്രഫുലാണ് ചെയ്തിട്ടുള്ളത്. കിടിലൻ പരിപാടി എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളൂ. മ്യൂസിക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇവള് ഈ പ്രതീക്ഷ അറ്റുപോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോയ്ലറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതേപോലുള്ള സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റിലേക്കൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സൗണ്ട് അതിനപ്പുറം ഇപ്പുറം ഉള്ള പല ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന ഈ AC-യുടെ കാറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ഹൗളിങ് ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ എഫക്റ്റിനെ അവർ സ്കോറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ എൻ്റെ ജഡ്ജ്മെൻറ്റിൽ അത് അങ്ങനെയാണ്.
ആ പ്ലേസ്മെൻറ്റ് ഭയങ്കരമായിരുന്നു സൗണ്ടിൻ്റെ. മറ്റൊരു വലിയ പോസിറ്റീവ്, നമുക്കിതിനെ 360 ആംഗിളിൽ കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ഇവർ ആദ്യം കാണിക്കുന്ന കോഴി, ആ കോഴിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ കഴിയുമ്പോൾ ഞാനതിനെ കണക്ട് ചെയ്യുന്നത് നോ പറയാൻ പറ്റാതെ പോകുന്നത് കൊണ്ട്. കാരണം സിനിമ തുടങ്ങുമ്പോഴേ ഒരു ചേച്ചി കൊണ്ടുവന്നൊരു അവരുടെ ഭാരമാണ്, അവരുടെ നേർച്ചക്കോഴിയാണ്, അത് അവർ ചുമക്കേണ്ടതാണ്. നീ പിടിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ട് പോകുമ്പോൾ അവൾക്ക് അന്നേരം നോ പറഞ്ഞ് വിടാമായിരുന്നു. അവളുടെ അന്നത്തെ ജീവിതത്തിലെ ഈ പറയുന്ന ഭാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നെങ്കിലും കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവളത് ചെയ്തില്ല. അതേ കാര്യം തന്നെയാണ് അവളുടെ പേഴ്സണൽ ലൈഫിൽ, അവളുടെ റിലേഷൻഷിപ്പിലും അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് എനിക്കെന്തോ വേണ്ടെന്ന് വെക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിയാം, പക്ഷേ വേണ്ടെന്ന് സ്വയം വെക്കാൻ പറ്റുന്നില്ല, നോ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ തിരിച്ചറിവ് അവൾക്കുണ്ടാകുമ്പോൾ ആ കോഴിയും ഫോണും അവളും കൂടിയുള്ളൊരു ഫ്രെയിമൊക്കെ വരുന്നുണ്ട്. എനിക്കതിനെ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നമുക്ക് വേറൊരു ആംഗിളിൽ ചിന്തിക്കാനാണെങ്കിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ബ്യൂട്ടി പാർലറിലേക്ക് ആദ്യമായി കടന്നു വരുന്ന പുരുഷനാണ് ആ കോഴി. അതേപോലെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. നമ്മളവിടെ നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമ തീരാറാവുമ്പോൾ പോവാം എന്ന് പറയുന്നത് ആ കോഴിയോടാണ്. പ്രേക്ഷകൻ എന്നുള്ള ആംഗിളിൽ നമുക്ക് എടുക്കാം. പല രീതിയിൽ നമുക്ക് ഈ സിനിമ എടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഫ്രണ്ട്ഷിപ്പാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട് വേണം എന്ന് പറയുന്നൊരു ആഗ്രഹം, കൊതിയൊക്കെ തോന്നിപ്പിച്ചിട്ടാണ് സിനിമ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ആംഗിളിൽ വേണമെങ്കിലും ഈ സിനിമയിലെ പൊളിറ്റിക്സിനെ നമുക്ക് നോക്കി കാണാം. ആസ് എ പ്രേക്ഷകൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ഞാൻ ചുരുക്കി പറയാനാണെങ്കിൽ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. നല്ല രസമായിട്ട് കുറേ പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്ന് എന്നുവെച്ചാൽ അതൊരു നല്ല ആംഗിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും സൗഹൃദവും ഒക്കെയുള്ള ഇന്ന് കാണുന്ന ഒരാളോട് പോലും ആ ചേച്ചി എന്താണ് ചേച്ചി എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടത്തിനോടൊപ്പം ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു രസമുണ്ട്, ഒരു രസമുള്ള ഫീലുണ്ട്. ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു സുഖമുണ്ട് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ദാറ്റ്സ് വിക്ടോറിയ ഫോർ മീ. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ കണ്ടാൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായേക്കാം. അങ്ങനെ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.